നമസ്കാരം. പെരുമഴ തൽക്കാലം തോർന്നു, പക്ഷേ പേടി മാറിയിട്ടില്ല. മഴയിലും മഴക്കെടുതിയിലുമായി 12 ജീവനാണ് നഷ്ടപ്പെട്ടത്. മഴയുടെ കടുപ്പം കുറഞ്ഞ് പതിയെ വെള്ളക്കെട്ടൊക്കെ താഴ്ന്നു തുടങ്ങിയെങ്കിലും വെല്ലുവിളികൾ ഇനിയുമുണ്ട്. ഒരൊറ്റ രാത്രിയിലെ ദുരിതപ്പേത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരാണ് പലരും. പെട്ടെന്ന് മടങ്ങിപ്പോകാനാകാത്തവരുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഇന്ന് ചിലയിടങ്ങളിലെങ്കിലും പ്രതിഷേധമുയർന്നു. ചിലയിടത്ത് വേണ്ടത്ര ഭക്ഷണമില്ല, മരുന്നില്ല, വൃത്തിയാക്കാൻ ആളില്ല എന്ന് MLA-മാർക്ക് പോലും പറയേണ്ടി വന്നു. ഓണം മുന്നിൽ കണ്ടാവുന്നതെല്ലാം സംഭരിച്ച് വിൽപ്പനയ്ക്കൊരുങ്ങിയ പാലായിലെയും ഈരാറ്റുപേട്ടയിലെയും അടക്കമുള്ള കച്ചവടക്കാർ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഉണ്ടായ കനത്ത നഷ്ടം ആര് നികത്തുമെന്നാണ് അവരുടെ ചോദ്യം. അതിനിടയിലാണ് രാഷ്ട്രീയ വിവാദങ്ങൾ. വെള്ളപ്പൊക്കം സർക്കാർ ഉണ്ടാക്കിയതാണെന്ന ആരോപണവുമായി CPM രംഗത്തെത്തുന്നു. വെറും വാചകമടിക്കപ്പുറം അതിതീവ്ര മഴയെ നേരിടാൻ യാതൊരു മുന്നൊരുക്കവും ഉണ്ടായില്ലെന്നാണ് ആരോപണം. മന്ത്രിമാരെ ചുമതലയേൽപ്പിച്ച് മാറി നിൽക്കാതെ മുഖ്യമന്ത്രി ഉത്തരവാദിത്വം നിറവേറ്റണമെന്ന് CPM ആവശ്യപ്പെടുന്നു. ദുരന്ത മുഖത്ത് നിന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കേണ്ട മുഖ്യമന്ത്രി പൊന്നാനിയിൽ വിരുന്നിന് പോയതിന്റെയും കൊച്ചിയിൽ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ കാണിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾ. സ്വാഭാവികമായി സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചോദിക്കുന്നത് ദുരന്തത്തിൽ കൂടെയില്ലേ എന്ന് തന്നെയാണ്. സ്വാഗതം. ഇന്ന് അതിഥികളായി നമുക്കൊപ്പം ആറന്മുള MLA ശ്രീ അബിൻ വർക്കി കോടിയാട്ട്, ശ്രീ രാജു എബ്രഹാം CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി, ശ്രീ അബ്ദുൾ കരീം, അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന്, ശ്രീ എബി ജെ ജോസ്, അദ്ദേഹം മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാനും പൊതുപ്രവർത്തകനുമാണ്. ഇതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ വിജയ് ഇന്ദുചൂടൻ കൂടി നമുക്കൊപ്പം ചർച്ചയിൽ ചേരും. ആദ്യം ഇന്നത്തെ ദിവസം ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാമിന്റെ വാക്കുകളാണ്. വെള്ളപ്പൊക്കവും മഴക്കെടുതിയും നേരിടാനുള്ള മുന്നൊരുക്കം നടത്തുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു എന്ന ആരോപണവുമായി അദ്ദേഹം രംഗത്തെത്തി. ഇതേ തുടർന്നാണ് വിവാദങ്ങൾ ചൂടുപിടിച്ചത്. അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനു മുൻപ് അദ്ദേഹത്തിന്റെ ഇന്ന് രാവിലത്തെ വാക്കുകളിലേക്ക്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂഴിയാർ അണക്കെട്ടും അതുപോലെ തന്നെ കാരികയം അയ്യപ്പ പ്രോജക്റ്റിന്റെ അണക്കെട്ടും തുറന്നു വിട്ടതാണ് തീവ്ര മഴയ്ക്ക് അപ്പുറത്തേക്കുള്ള അതിഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ അണക്കെട്ട് തുറന്നത് രാത്രി 1 മണിക്ക് ശേഷമാണ്, അർദ്ധരാത്രിയാണ്. സ്വാഭാവികമായിട്ടും എന്താണ് ഉണ്ടാവേണ്ടത്? അനൗൺസ്മെന്റ് വേണമായിരുന്നു. അപ്പോൾ ആ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. സർക്കാർ സ്പോൺസേർഡ് വെള്ളപ്പൊക്കം എന്ന നിലയിൽ ഗവൺമെന്റ് ഉണരണം. ശരി, 2 പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഒന്ന്, മൂഴിയാർ ഡാം തുറന്നുവിട്ടു, ആ സമയത്ത് മുന്നറിയിപ്പുകളില്ലാതെ. അതാണ് ഇത്രയേറെ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അതിന് റാന്നി MLA അഡ്വക്കേറ്റ് പഴകുളം മധു മറുപടി പറയുന്നു. അദ്ദേഹത്തെ പോലെ ഒരാൾ 25 വർഷക്കാലം റാന്നിയിലെ MLA ആയിരുന്ന ഒരാൾ ഒരിക്കലും പറഞ്ഞുകൂടാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ സത്യത്തിൻ്റെ ഒരു അംശം പോലുമില്ല. ഇവിടെ സർക്കാർ സ്പോൺസേർഡ് ഒരു പ്രളയം നടന്നിരുന്നു. അത് 2018-ലാണ്. അതിനെ സംബന്ധിച്ച് 2 മന്ത്രിമാരുടെ സംഭാഷണം പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തു വന്ന് നമ്മൾ കേട്ടതാണ്. ശ്രീ രാജു എബ്രഹാം തന്നെ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞതാണ് ആ പ്രളയത്തിന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന്. 2018 അദ്ദേഹം വിളിച്ചുകൂവി പറഞ്ഞതാണ്. അപ്പോൾ അതിന് മറ്റ് തെളിവുകൾ അന്വേഷിച്ച് നമുക്ക് പോകേണ്ട കാര്യമില്ല. 2026 ഉണ്ടായിട്ടുള്ള ഈ പ്രളയം മനുഷ്യനിർമ്മിതമല്ല, ഇത് പ്രകൃതി ദുരന്തമാണ്. ഏത് ഡാമാണ് തുറന്നു വിട്ടത്? ഏതെങ്കിലും ഡാം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അത് രാജു എബ്രഹാമിൻ്റെ അറിവോടുകൂടി തുറന്നു വിട്ടതാണ്. അല്ലാതെ മറ്റാരും, ഞാൻ മന്ത്രിമാരോടെല്ലാം സംസാരിച്ചു, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയോട് സംസാരിച്ചു, അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇല്ലാത്ത കാര്യം നമ്മൾ പെരുപ്പിച്ച് പറഞ്ഞ് ഇതിനെയൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിൽ ഞാൻ ശ്രമിക്കുന്നേയില്ല. എൻ്റെ അപ്പീൽ രാജു എബ്രഹാമിൻ്റെ സഹായം വേണം. ഈ പ്രളയകാതിൽ നമുക്ക് അതിജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുടെയും സഹായം വേണം. അല്ലാതെ കോൺഗ്രസ്സുകാരുടെ മാത്രം സഹായം കൊണ്ടോ UDF-കാരുടെ മാത്രം സഹായം കൊണ്ടോ ഈ പ്രളയത്തെ അതിജീവിക്കാനല്ല ഞാൻ മുന്നോട്ടിറങ്ങുന്നത്. എല്ലാവരുടെയും സഹായം വേണം. ഞങ്ങളിതിനെ രാഷ്ട്രീയമായി കാണുന്നേയില്ല. പക്ഷേ നമ്മൾ ഈ പ്രളയത്തിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ അപ്പം തന്നെ നമ്മൾ അതിന് ഇറങ്ങി അതിന് വേണ്ടിയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളാണെങ്കിലും പ്രളയത്തിന് ആൾക്കാരെ ഒഴിപ്പിക്കുന്ന ഇതെല്ലാം നമ്മൾ കാര്യക്ഷമമായി ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ സഹായവും നമുക്ക് കിട്ടി, എല്ലാ സേവനവും നമുക്ക് കിട്ടി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും റവന്യൂ മന്ത്രി അവരെല്ലാവരും സത്യത്തിൽ നല്ല നിലയിൽ സഹായിച്ചു. അവർ ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു സംഭാവനയുമില്ല. ഇത് പ്രകൃതി ദുരന്തം. ആ ദുരന്തത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് റാന്നിയിലെ ഈ കഴിഞ്ഞ കാലത്തെ നേതൃത്വമാണ്.
ഈ ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകളിലെ മണ്ണ് മൊത്തം ഇടിച്ചു നിരത്തിക്കൊണ്ട് പോയത്, റാന്നി ടൗണിന് ചുറ്റുമുള്ള തോടുകൾ നികത്തിയെടുത്തത്, ഇതെല്ലാം അതിൽ ഉൾപ്പെടേണ്ട കാര്യങ്ങളും കാരണങ്ങളുമാണ്. അതിന് ഉത്തരം പറയേണ്ടത് ഞങ്ങളാരുമല്ല. കഴിഞ്ഞ 10-30 വർഷക്കാലമായി റാന്നി കോൺഗ്രസും UDF പ്രതിപക്ഷത്താണ്. ഞങ്ങളിപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ ഞങ്ങൾ ഇവിടെ ചുമതല വന്നിട്ട്. ഇപ്പം ഞങ്ങൾ ശ്രമിക്കുന്നത്, ഞാൻ പോലും ശ്രമിക്കുന്നത് അവരെല്ലാവരെയും കൂടി കൂട്ടുവെപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ദുരന്തം മുഖത്ത് വന്ന് അദ്ദേഹത്തെ പോലെയുള്ള പരിചയസമ്പന്നനായ ഒരു നേതാവ് അങ്ങനെ ആയിരുന്നില്ല പറയേണ്ടത്. അദ്ദേഹം ഇപ്പോൾ ഇമ്മീഡിയറ്റായി ചെയ്യേണ്ടത് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എന്നോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് ഇനിയും അതിന് സമ്മതമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകാൻ എനിക്ക് യാതൊരു മടിയില്ല. അതിനും അപ്പുറത്ത് ഈ മൂഴിയാർ ഡാം തുറന്നു എന്ന് പറയുന്ന ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? അങ്ങനെ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് ആളുകൾക്ക്, പ്രദേശവാസികൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയിരുന്നു എന്നതൊക്കെയാണ് വളരെ കൃത്യമായി CPM ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന സംശയം. അതിന് അഡ്വക്കേറ്റ് പഴകുളം മധു മറുപടി പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മണിയാർ ഡാം അറ്റകുറ്റപ്പണികൾക്കായി കഴിഞ്ഞ 2.5 വർഷമായി തുറന്നിട്ടിരിക്കുകയാണ്. ഡാമുകൾ അതിൻ്റെ ഷട്ടർ ഉയർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആരും ഡാം തുറന്നിട്ടില്ല, ഷട്ടർ തുറന്നിട്ടില്ല. ഇവരുടെ ഭരണകാലത്ത് യൂണിവേഴ്സൽ കാർബോറാണ്ടം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് 30 വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ടും മണിയാർ ജലവൈദ്യുത പദ്ധതി വീണ്ടും അവരുടെ കൈവശം വയ്ക്കാൻ അനുവാദം കൊടുത്തു. 1 വർഷക്കാലം ഇപ്പോഴും അവരുടെ കൈവശമാണ് മണിയാർ ഡാം. ഈ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്ന അറിയാമോ? മണിയാർ ഡാമിൽ സ്വകാര്യ കമ്പനിക്ക് എടുത്ത 30 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞിട്ടും അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി വൈദ്യുതി സെക്രട്ടറി അടക്കമുള്ള 3 ഗവൺമെൻറ് സെക്രട്ടറിമാരുടെ ഒരു സമിതി ഉണ്ടാക്കിയിട്ടാണ് അവർ പോയേക്കുന്നത്. ഈ ഗവൺമെൻറ് വന്നപ്പം ആ സമിതിയുണ്ട്. ആ സമിതിയെ ഇനി റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ ഒഴിപ്പിക്കാതെ അവർക്ക് ഹൈക്കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കാനും ഈ ഗവൺമെൻറ് അവസരം ഒരുക്കി കൊടുത്തു. അപ്പോൾ ഡാം തുറന്നു വെച്ചത് അവരുടെ ഗവൺമെൻറ്റാണ്. ഡാം ഈ ഗവൺമെൻറ് വന്ന് അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അറ്റകുറ്റപ്പണി തീർന്നിട്ടില്ല. 2.5 വർഷക്കാലം അറ്റകുറ്റപ്പണിയാണ്. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ഈ 2.5 വർഷക്കാലം മണിയാർ ഡാമിൻ്റെ അറ്റകുറ്റപ്പണി തീർക്കാഞ്ഞത്? മൂഴിയാർ ഡാമിനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, മൂഴിയാർ ഡാം വെള്ളം പൊങ്ങിയാൽ തുറന്നു വിടാൻ, മറ്റൊരു മുന്നറിയിപ്പില്ല തുറന്നു വിടാൻ ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂഴിയാർ ഡാം തുറന്നു വിട്ടു എന്നുള്ളതിന് വിശ്വാസകരമായ ഒരു തെളിവും ഒരു റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഇല്ല താനും. അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ഇവരുടെ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലവും മൂഴിയാർ ഡാം തുറന്നു വിടുന്നതിന് ഒരു മുന്നറിയിപ്പും ഇവിടെ ആരും കൊടുക്കേണ്ടതുണ്ടായിരുന്നില്ല. അതിനൊരു നിയമം തന്നെ ഉണ്ട്, സ്റ്റാൻഡിങ് ഓർഡർ തന്നെ അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്. ശരി, രാഷ്ട്രീയം തന്നെയാണ് ഇന്ന് പ്രധാനമായും ഉയർന്നു വരുന്നത്. അത് പലതരത്തിൽ ഉയരുന്നുണ്ട്. ആ രാഷ്ട്രീയങ്ങളിലേക്ക് പോകും മുൻപ്, രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകും മുൻപ്, ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഈ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് പാലായും ഈരാറ്റുപേട്ടയും ഒക്കെയാണ്. ആ പ്രദേശങ്ങളിൽ നിന്ന് തന്നെ നമ്മളോടൊപ്പം ചില വ്യക്തികൾ ചേരുന്നു. അതിൽ പ്രധാനം പാല നമ്മൾ കണ്ടതാണ്. ഇന്നലത്തെ ദിവസം പാലയിലെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് മാതൃഭൂമി പത്രത്തിൻ്റെ ആദ്യ പേജിലുണ്ട് ഗാന്ധി പ്രതിമയും ഉയർത്തി കുറച്ചുപേർ നടന്നു പോകുന്നത് ആ മഴവെള്ള പ്രളയത്തിനിടയ്ക്ക്. ഇപ്പോൾ നമ്മളോടൊപ്പം പൊതുപ്രവർത്തകനും മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാനുമായ ശ്രീ എബി ജെ ജോസ് ചേരുന്നുണ്ട്. ശ്രീ എബി ജെ ജോസ്, മീനച്ചിലാറിൻ്റെ കരയിലാണ്. വെള്ളം പൊങ്ങാനൊക്കെ വളരെ എളുപ്പത്തിൽ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ അതിനും അപ്പുറത്ത് ഇന്നലെ മിനിയാന്നൊരൊറ്റ രാത്രി നിന്നു പെയ്ത മഴയിൽ പാല നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി പോകുന്ന, സാരമായി ബാധിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അത് ഇപ്പോൾ വലിയ വിവാദങ്ങൾ മനുഷ്യനിർമ്മിതമാണോ അല്ലെങ്കിൽ മുൻകൂട്ടി കരുതലുകൾ എടുക്കാത്തതാണോ എന്നൊക്കെയുണ്ട്. പക്ഷേ പാലയെ നന്നായി അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇതിൽ വലിയ രീതിയിൽ അസ്വാഭാവികമായ എന്തെങ്കിലും താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് നമ്മൾ രാഷ്ട്രീയമായിട്ട് വാഗ്വാദങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച്, ഇവിടെ പാലായെ സംബന്ധിച്ച് ഈ മീനച്ചിലാറ്റിൽ അതിന് ആഴം കുറഞ്ഞിരിക്കുകയാണ്. ആഴം കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മണൽ വാരൽ വർഷങ്ങളായിട്ട് നടക്കുന്നില്ല. ഇത് ആഴമില്ല, വെള്ളത്തിന് എങ്ങനെയും ഒഴുകിപ്പോയേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആഴമില്ലാതെ വരുമ്പോൾ ഈ വെള്ളം പരന്നൊഴുകും. അങ്ങനെയാണ് പെട്ടെന്നാണ്. ഇപ്പം ഇതൊരു 3-4 മണിക്കൂർ നേരത്തെ മഴയും പിന്നെ ഉരുൾപൊട്ടലും ഉണ്ടായി. ആ സമയം കൊണ്ട് പാലാ ടൗണും സമീപ പ്രദേശങ്ങളും എല്ലാം വെള്ളത്തിനടിയിലായി. ഇപ്പം മണലിനൊപ്പം
നമ്മുടെ ഡാമുകളിലും മണൽ വ്യാപകമായിട്ട് കിടക്കുകയാണ് വരാതെ. അതോടൊപ്പം തന്നെ ഇതിലെ തിട്ടകള്, ചെടികള്, ചെളിയ് എല്ലാം ആറും തോടും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. ഇത് മാറ്റി ക്ലിയർ ആക്കാനും ആറിൻ്റെയും തോടിൻ്റെയും പുഴകളുടെയും എല്ലാം സ്വാഭാവികമായ ആഴവും വീതി കുറയാൻ കാരണം അനധികൃത കയ്യേറ്റങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അപ്പം ആറിന് വീതിയും ആഴവും കുറയുമ്പോൾ വെള്ളം കടന്നു പോകാൻ ഇടയില്ലാതെ വരുമ്പം അത് പരന്നൊഴുകും. ഇത് കുറെ നാൾ മുമ്പ് ശ്രീ മാണി സി കാപ്പൻ MLA അദ്ദേഹം കൊല്ലപ്പള്ളി ടൗണിൽ ഇതേ രീതിയിൽ തോടിന് ആഴം കൂട്ടുകയും ചെയ്തപ്പോൾ ആ തവണ കൊല്ലപ്പള്ളി ടൗണിൽ വെള്ളം കയറാതിരുന്നു. അപ്പം നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. അപ്പോൾ ഈ നടപടി ചെയ്താൽ മണൽവാരി എന്ന് കണ്ട് എന്താണ് കുഴപ്പം? സർക്കാർ നിയന്ത്രണത്തിൽ മണൽവാരൽ നടത്തുകയും ചെയ്യേണ്ടതാണ് ഇപ്പോഴത്തെ അനിവാര്യമായ ഘടകം. അങ്ങനെ ചെയ്താൽ ഈ വെള്ളം പൊക്കം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലേലും അധികാരികൾ അത് ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ശരി, ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഒരു പക്ഷേ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന നഗരത്തെയാണ്. ഈരാറ്റുപേട്ട 2018 പ്രളയകാലത്ത് പോലും ഇങ്ങനെ വെള്ളം പൊങ്ങിയില്ല എന്നൊക്കെ ഇന്നലെ പലരും ആ ഭാഗത്തു നിന്ന് മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെയൊക്കെ മൈക്കിന് മുന്നിൽ വന്ന് പറയുന്നത് കേട്ടു. അത് ആ സമീപ മേഖലയിലുള്ള ആളുകളൊക്കെയും അവരുടെ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്ന ഒരു ഇടമെന്ന നിലയ്ക്ക്, ഒരു വ്യാപാര കേന്ദ്രം എന്ന നിലയ്ക്ക് അതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല. ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുൾ കരീം ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൾ കരീം, പ്രതീക്ഷിക്കാതെ വന്ന ഒരു ആഘാതമാണ് നിങ്ങളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് ഓണത്തിന് മുൻപ് എല്ലാം വിറ്റുപെറുക്കിയും കയ്യിലുള്ളതൊക്കെ കടം വാങ്ങിയും ഒക്കെ സംഭരിച്ചു വെച്ച സകലതും നശിച്ചുപോയൊരവസ്ഥയാണ്. എത്രത്തോളം നാശനഷ്ടങ്ങൾ ഈരാറ്റുപേട്ട മേഖലയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്? അതിന്ന് കരകയറുന്നത് നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം വിഷമകരമായിരിക്കും? ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ട ഒരു വ്യാപാര നഗരമാണ്. ഈരാറ്റുപേട്ടയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ഈ പ്രളയം എന്ന് പറയുന്നത് ഈ അടുത്ത് തന്നെ നമ്മൾ ഓണം സീസൺ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ വ്യാപാരികൾ വളരെയധികം സ്റ്റോക്കുകൾ അതാത് സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് ചെയ്തിരുന്നു. 2018 വളരെയധികം അതിരൂക്ഷമായൊരു വെള്ളപ്പൊക്കമാണ് ഇപ്രാവശ്യം ഉണ്ടായത്. സാധാരണ വെള്ളപ്പൊക്കം ഇതിനു മുമ്പ് 18-ലും 19-ലും 21-ലും ഒക്കെ ഉണ്ടായെങ്കിലും ആ കാലഘട്ടങ്ങളിലൊന്നും ടൗണിൽ വെള്ളം കയറിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം ടൗണിൽ പോലും വെള്ളം കയറുകയും ടൗണിലെ പല കടകളിലെയും ഫ്രണ്ട് ഷട്ടറിൻ്റെ ഏതാണ്ട് 3/4 ഭാഗത്തോളം വെള്ളത്തിനടിയിലാകുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പിന്നെ ഈ വെള്ളം കയറിയത് ഏതാണ്ട് 12:30-ക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ആരുമില്ലായിരുന്നു, ടൗണിലും ആരുമില്ലായിരുന്നു. ഈ സാധനങ്ങളെ എടുത്തു മാറ്റുവാനോ എന്തെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ വ്യാപാരികൾക്കോ മറ്റ് സന്നദ്ധ സംഘടനകൾക്കോ ജനങ്ങൾക്കോ ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാര മേഖലയിൽ ഈരാറ്റുപേട്ടയിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റുതീരത്തും തോടിൻ്റെ കരകളിലുമുള്ള വീടുകളിൽ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ഇത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാത്രിയിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഇപ്രാവശ്യത്തെ വെള്ളത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രതിരോധത്തിലും ഏർപ്പെടുവാൻ ഈ വീട്ടുടമയ്ക്കോ വീട്ടിലെ ആളുകൾക്കോ സാധിച്ചില്ല. എനിക്ക് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ നമുക്ക് ആളപായം ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിച്ചത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വ്യാപാരികൾക്കുണ്ടായി. അതിൽ നിന്നും കയറുക എന്ന് പറയുന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല. 2018 പ്രളയമുണ്ടായപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമ്പന്നരായ വ്യാപാരികളിൽ നിന്നും ഇടത്തരക്കാരിൽ നിന്നുമൊക്കെ പണം ശേഖരിച്ച് നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് വിതരണം ചെയ്യുന്ന സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് പ്രായോഗികമല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം എല്ലാ വ്യാപാരികളും ഈ പ്രളയത്തിൻ്റെ കെടുതിയിൽ പെട്ടുപോയപ്പോൾ ആരോടും സഹായം അഭ്യർത്ഥിക്കുവാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇതിൻ്റെ സംഘാടകർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവരെ യാതൊരു വിധത്തിലും സഹായിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ
അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടുത്തെ വ്യാപാരികളെ അവരുടെ ഈ കെടുതിയിൽ നിന്നും മോചിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ സാമ്പത്തികമായിട്ടുണ്ടായിരിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ അവരെ അകമഴിഞ്ഞ് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇങ്ങനെ സഹായിച്ചില്ല എങ്കിൽ കോവിഡ് മഹാമാരിയിൽ നിന്നും രക്ഷപ്പെട്ട് ഒരുവിധം പച്ച പിടിച്ചു വരുന്ന ഈ സമയത്തായി പ്രളയമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കെടുതിയെ കൂടി അതിജീവിക്കുവാനുള്ള യാതൊരുവിധ സാമ്പത്തിക ശേഷിയും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇല്ല. അങ്ങനെ സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് സഹായം ലഭിച്ചില്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട്, ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടുത്തെ വ്യാപാരികൾ എത്തിയിരിക്കുകയാണ്. ഇത് അറിയണമെങ്കിൽ ഉദ്യോഗസ്ഥർ വീട് വീടാന്തരം ഈ സ്ഥാപനങ്ങൾ സന്ദർശിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തായാലും നമുക്ക് തടയാൻ കഴിയില്ല. ഇങ്ങനെ പ്രകൃതിയുടെ ഭാഗത്തു നിന്ന് അപ്രതീക്ഷിതം ഉണ്ടാവുന്ന ആഘാതങ്ങളും ഇനി നമുക്ക് തടയാനാവില്ല. അത് ഒരു പ്രകൃതിയുടെ പ്രതിഭാസമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ചെറിയ സമയത്ത് വലിയ രീതിയിലുണ്ടാകുന്ന മേഘവിസ്ഫോടനമോ ലഘുമേഘവിസ്ഫോടനമെന്നോ പല പേരിട്ട് വിളിക്കാം, പക്ഷെ നമുക്കുണ്ടാകുന്ന ആഘാതം ഒരുപോലെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഈ വ്യാപാരികളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഒരു മുൻകരുതൽ വേണം. അത് ഇൻഷുറൻസിൻ്റെ രൂപത്തിലായാലും ശരി, നമുക്ക് നഷ്ടമുണ്ടാവാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ വേണം. അതിന് സർക്കാരിൻ്റെ കൂടി സഹായം വേണം. ഈ 2018-ലെ 19-ലെയൊക്കെ പ്രളയത്തിന് ശേഷം ആ രീതിയിൽ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതായത് നമ്മുടെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏത് ദുരന്തമുണ്ടായാലും കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? അതിന് സർക്കാരിൻ്റെ ഒരു പ്രോത്സാഹനമോ പിന്തുണയോ ഉണ്ടായിട്ടുണ്ടോ? വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾ വ്യാപാരം തുടങ്ങുന്നത് മൂലധനം മുടക്കിയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുഭൂരിപക്ഷം വ്യാപാരികളും വ്യാപാരം തുടങ്ങുന്നത് ഈ മൂലധനം കരുതി വെച്ചിട്ടൊന്നുമല്ല. ചിട്ടി പിടിച്ചിട്ടോ, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടൊക്കെ കടം വാങ്ങിയിട്ടോ, വീട്ടിലെ സ്ത്രീകളുടെ സ്വർണ്ണ പണയം വെച്ചിട്ടോ ഒക്കെയാണ് ഈ വ്യാപാരം തുടങ്ങുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രകൃതി ദുരന്തങ്ങളും കൂടെ ഉണ്ടാകുമ്പോൾ ഈ സാമ്പത്തിക പരാധീനതയ്ക്ക് ഒപ്പം തന്നെ ഇതിനെയും കൂടെ താങ്ങാനുള്ള കെൽപ്പ് സാധാരണ വ്യാപാരികൾക്ക് ഉണ്ടാകില്ല. കുറച്ച് വ്യാപാരികൾക്ക് ഉണ്ടാകാം, സാമ്പത്തികമുള്ളവരുണ്ടാകാം, എങ്കിലും ബഹുഭൂരിപക്ഷം വ്യാപാരികൾക്കും ഇതിനെ അതിജീവിക്കുവാൻ കഴിയില്ല. അവർക്ക് സ്വന്തം കാശ് കൊണ്ടല്ല ഈ വ്യാപാരങ്ങളൊന്നും തുടങ്ങുന്നത്, വളരെയധികം ബുദ്ധിമുട്ടി പണം സ്വരൂപിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് മഹാമാരിയിലും 2018-ലെ പ്രളയത്തിലെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ ഈ പ്രളയത്തിൻ്റെ ആഘാതം എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. വളരെയധികം അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുക. അതുകൊണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അവർക്ക് മതിയായ നഷ്ടപരിഹാരമോ സഹായമോ ഇല്ല എങ്കിൽ അവർക്ക് മുന്നോട്ട് പോകുവാനോ പിടിച്ചു നിൽക്കുവാനോ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. അത് വേണ്ടപ്പെട്ടവർ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ദുരിതങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ശ്രീ എ.ബി.ജെ. ജോസ്, ഒറ്റ കാര്യം കൂടി. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് വ്യവസായികളോ വ്യാപാരികളോ ഒക്കെ എടുക്കേണ്ട ഒരു തയ്യാറെടുപ്പിനെ പറ്റിയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട തയ്യാറെടുപ്പുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ പ്രകൃതിയുടെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അത് ഈ 2018-ലും 19-ലും അല്ലെങ്കിൽ പലതരത്തിലുണ്ടായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ മേഖലയിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം മലയോര മേഖലയിൽ വലിയ ആഘാതമുണ്ടായിട്ടുള്ള മേഖലയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ ഒന്നും തരാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. കോട്ടയം ജില്ലയുടെ കാര്യമെടുത്താൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് പോലും വെളുപ്പാങ്കാലത്ത് കൂട്ടിയാണ്. അപ്പോൾ അവര് അത്രേ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് ഞാൻ ഈ മുന്നറിയിപ്പിനെ പറ്റി മാത്രമല്ല ശ്രീ എ.ബി. ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നമ്മുടെ ചില തയ്യാറെടുപ്പുകൾ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ഈ കെട്ടിക്കിടക്കുന്ന മണൽ മാറ്റുക,
അല്ലെങ്കിൽ ആഴം കൂട്ടുക, നമുക്ക് എന്തൊക്കെ തരത്തിൽ ഒരു മഴക്കാലത്തിന് മുന്നോടിയായി അല്ലെങ്കിൽ ഒരു മൺസൂൺ സീസൺ എത്തും മുൻപേ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് ഓരോ വർഷവും ചെയ്യേണ്ടതാണ്, സ്ഥിരമായി ഉണ്ടാവേണ്ടതാണ്. അതിലൊന്നാണ് ഈ മുന്നറിയിപ്പുകൾ കൃത്യമായി നൽകുക എന്നതൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഞാനത് പ്രാഥമികമായിട്ട് ഈ അറിയിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അത് തന്നെ പറഞ്ഞത് ഇതിലേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇതിപ്പം ഈ മഴക്കാല പൂർവ്വ പരിപാടികൾ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്. പക്ഷെ അത് പള്ളവെട്ടും അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ, റോഡിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, റോഡിൽ സീബ്ര ലൈൻ തെളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അതിലും അപ്പുറം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ സർക്കാരുകൾക്ക് സാധിക്കും. പക്ഷെ അവർ ആരും ഇതിൽ മുൻകൈ എടുക്കുന്നില്ല. അത് മുൻ സർക്കാരായാലും ഇപ്പോഴത്തെ സർക്കാരായാലും ജനങ്ങൾക്ക് വേണ്ടി, അത് സർക്കാരിനെ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരാണ് ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. ഈ മുന്നറിയിപ്പ്, ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ, നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പം യുദ്ധ സാഹചര്യം ഉള്ളപ്പോൾ അവിടെ വലിയ സൈറനുകൾ മുഴക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം ആക്കിയാൽ കുറെ ആളുകൾക്കെങ്കിലും പ്രയോജനപ്പെടും. അത്തരം കാര്യങ്ങളും ഈ മണൽ വാരുന്നത് അടക്കമുള്ള കാര്യങ്ങളും സർക്കാർ കേന്ദ്രീകരിച്ചാൽ, ഈ ആറുകൾക്കും തോടുകൾക്കും എല്ലാം വീതി വരുത്തിയാല്, ആഴം കൂട്ടിയാല് ഈ വെള്ളത്തിന്റെ ഈ ആളുകളുടെ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറുന്നതിന്റെ ഒരു തോത് കുറയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക. ശരി ശരി. ഇപ്പോൾ നമ്മളോടൊപ്പം ആറന്മുള MLA ശ്രീ അബിൻ വർക്കി കോടിയാട്ടും പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാമും കൂടി ചേരുന്നുണ്ട്. നിങ്ങൾ വരാൻ വൈകിയപ്പോൾ ഞാൻ നിലവിലെ സാഹചര്യങ്ങളൊക്കെ പാലായിലും ഈരാറ്റുപേട്ടയിലും ഇത് അനുഭവിച്ച മനുഷ്യന്മാരോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ശ്രീ അബിൻ വർക്കി, ഈ ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഏറ്റവും രാഷ്ട്രീയമായി വലിയൊരു ചോദ്യം ഉയർത്തിയത് ശ്രീ രാജു എബ്രഹാമാണ്. അദ്ദേഹം ചോദിച്ചത് എന്ത് മുന്നറിയിപ്പാണ് നൽകിയത്, അല്ലെങ്കിൽ ഈ പ്രളയം മനുഷ്യനിർമ്മിതമാണ്, ഇപ്പോഴുണ്ടായ എല്ലാ പ്രതിസന്ധിയും മനുഷ്യനിർമ്മിതമാണ് എന്നൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. സർക്കാർ ഈ ദുരന്തത്തിൽ ഈ ദുരന്തബാധിതർക്കൊപ്പമില്ല എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന CPM സെക്രട്ടേറിയറ്റും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതിനു പിന്നാലെ ഇറക്കുകയും ചെയ്തു. ദുരന്തത്തിൽ സർക്കാർ ഈ ദുരന്തബാധിതർക്ക് ഇത് അനുഭവിക്കുന്ന സാധാരണക്കാർക്കൊപ്പമില്ലേ? ഒന്നാമത്തെ കാര്യം, ഈ ദുരന്ത സമയത്ത് ഇതുപോലുള്ള ദുരന്തങ്ങൾ പറയാൻ ഞാനില്ല എന്നുള്ളത് ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇതൊരു വലിയ ദുരന്തമാണ്. ഇത് നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഫ്ലാഷ് ഫ്ലഡ് മൂലമുണ്ടായ ഒരു ദുരിതമാണ്. ഈ ദുരിതം എങ്ങനെ പരമാവധി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തീർക്കാൻ പറ്റും എന്നുള്ള ഒറ്റ വിചാരം മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അതല്ലാതെ അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം പറയാൻ ഞാനില്ല. രണ്ട്, ഈ രാഷ്ട്രീയം പറയുന്ന ആളുകളൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ മുതൽ, ഇപ്പോൾ എനിക്ക് ആറന്മുളയിലെ കാര്യം ഞാൻ പറയാൻ സാധിക്കും. ഞാൻ ഇന്നലെ രാവിലെ 6:30 മുതൽ ഞാൻ ഫീൽഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാ പൊതുപ്രവർത്തകരുമുണ്ട്. ഈ നാട്ടിലെ കോൺഗ്രസും CPM-ഉം BJP-യും മതമുള്ളവരും മതമില്ലാത്തവരും രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും ഒക്കെ ഈ ദുരന്തത്തെ എങ്ങനെ നേരിടാം, എങ്ങനെ ഫലപ്രദമായി നേരിടാം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വലിയ ഒരു ഫ്ലഡഡ് സിറ്റുവേഷനാണ് ഇന്നലെയും ഇന്നുമായി ആറന്മുള നേരിടുന്നത്. കാരണം റാന്നിയിലെ വെള്ളം ഒഴുകി വരുമ്പോഴാണ് ആറന്മുളയിൽ വെള്ളം കൂടുന്നത്. അതുകൊണ്ട് ആറന്മുള ഇപ്പോൾ ഒരു ഫ്ലഡഡ് സിറ്റുവേഷനിലാണ്. ഞങ്ങളെ പരമാവധി റെസ്ക്യൂ ചെയ്യാനാണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത്. ആ റെസ്ക്യൂ ചെയ്യുന്നവരെ പരമാവധി ക്യാമ്പുകളിൽ എത്തിച്ച് ആ ക്യാമ്പുകളിൽ പൂർണ്ണമായ സൗകര്യങ്ങൾ ഒരുക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞപ്പോൾ ശ്രീ രാജു എബ്രഹാം എന്ന് പറഞ്ഞ മനുഷ്യനിർമ്മിത ദുരന്തമൊക്കെ, അതൊക്കെ ഒരു കോടതിയുടെ പരാമർശമായിരുന്നു. ഈ മനുഷ്യനിർമ്മിത ദുരന്തം എന്നൊക്കെ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കമ്മീഷനെ വെച്ച് ഒരു പ്രളയത്തെപ്പറ്റി പഠിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള പരാമർശമൊക്കെ ആ ബുക്കിലുണ്ടായിരുന്നത്. അതെന്തായിരുന്നു മനുഷ്യനിർമ്മിത ദുരന്തമെന്നും 483 പേർ മരണപ്പെട്ട സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഈ കേരളത്തിന് മുഴുവൻ അറിയാവുന്നതാണ്. ഞാൻ അതുകൊണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ അദ്ദേഹം ഉയർത്ത മറ്റൊരു കാര്യം, ഇപ്പോൾ എന്ത് മുന്നറിയിപ്പാണ് കൊടുത്തത് എന്നുള്ളത്. ഇപ്പോൾ മുന്നറിയിപ്പുകൾ കൃത്യമായി കൊടുത്തിരുന്നു. 2 ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരുന്നു. അതൊക്കെ വളരെ കൃത്യമായി ഇപ്പോൾ ഇന്ന് ശ്രീ PC വിഷ്ണുനാഥ് വിശദീകരിച്ചത് നമ്മൾ കണ്ടതാണ്. 2, ഇന്ന് CPM ഉയർത്തിയ പ്രധാനപ്പെട്ട മറ്റൊരു വാദഗതി. ഒന്ന്, എന്നെപ്പറ്റി തന്നെ ഞാൻ പറഞ്ഞത് എന്തോ മോശമാണെന്നുള്ള രീതിയിൽ, ഞാനെന്തോ സർക്കാരിനെതിരെ പരാതി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ CPM-കാർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഞാൻ ഒരു തരത്തിലും
പരാതി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, ഞാൻ ആകെ പറഞ്ഞത് ഈ ദുരന്തം ആദ്യം ഉണ്ടായത് റാന്നിയിലാണ്. റാന്നിയിൽ ഉണ്ടാകുമ്പോൾ ഈ ജില്ലയിലെ മുഴുവൻ എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റാന്നിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ആറന്മുളയിലേക്ക് ഈ വെള്ളം ഒഴുകി വന്നപ്പോഴേക്കും കൊല്ലത്ത് നിന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള അഡീഷണൽ NDRF സംഘങ്ങളാണ് ഇവിടെ ആദ്യഘട്ടത്തിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തിയത്. പിന്നീട് വെള്ളം അതിശക്തമായി വന്നപ്പോൾ റാന്നിയിലെ വെള്ളം ഏകദേശം കുറഞ്ഞു വരുമ്പോൾ ഞാൻ അന്നേരം ആവശ്യപ്പെട്ടതാണ് ഫയർഫോഴ്സും റവന്യൂ ഉദ്യോഗസ്ഥരും ഒക്കെ കുറച്ച് ശ്രദ്ധ ആറന്മുളയിൽ കൂടുതൽ ചെലുത്തണം. കാരണം ഇനി വരാൻ പോകുന്നത് ആറന്മുളയിലെ പ്രളയമാണ്. അതുമാത്രമല്ല, റാന്നിയിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരാനുള്ള സാഹചര്യമുണ്ട്. ആറന്മുളയിൽ വന്നാൽ ഒരു 2 ദിവസമെങ്കിലും എടുക്കും അത് പുറത്തേട്ട് ഒഴുകി പോകാൻ. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ഇവിടെ വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ വഴിതെറ്റിച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് ഞാൻ സർക്കാരിൻ്റെ കാര്യക്ഷമതയില്ലായ്മയെപ്പറ്റി റവന്യൂ വകുപ്പിനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ള രീതിയിൽ CPMകാർ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒന്നാമത് ഞാനത് കണ്ടുമില്ല. രാവിലെ പറഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമാണ് വാർത്ത കാണുന്നത്. ആ വാർത്ത കാണുമ്പോഴാണ് ഇതൊക്കെ കണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാനിന്ന് ശ്രദ്ധിച്ചത്, ഏതൊക്കെയോ ക്യാമ്പുകളിൽ ചെന്ന് പിന്നെ പ്രധാനമായിട്ടും CPMൻ്റെ സൈബർ അണികൾ കൊടുത്തുവിട്ട ഒരു കാര്യം. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ കോഴഞ്ചേരിയിലെ ഒരു ക്യാമ്പിൽ ഒരു പ്രായമായ സ്ത്രീ അവർ പറയുകയാണ്, ഈ ക്യാമ്പിൽ യാതൊന്നും കിട്ടുന്നില്ല, ഈ സർക്കാർ വന്നിട്ട് എന്താണ് കാര്യം, ഇതിലും ഭേദം കഴിഞ്ഞ സർക്കാരായിരുന്നു, പിണറായി വിജയൻ ഡീസൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രായമായ സ്ത്രീയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ അവിടെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സംവിധാനങ്ങളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവിടുത്തെ കോഴഞ്ചേരിയിലെ എല്ലാവരും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ മറ്റൊരു പ്രസ്താവന അതേ സ്ത്രീയുടെ കാണുന്നത്. അതേ സ്ത്രീ പറയുന്നത്, എന്നോട് അടുത്ത് നിന്ന ഒരു മോൻ പറഞ്ഞു, ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അത് കോഴഞ്ചേരിയിലെ ഒരു പ്രാദേശിക CPIM നേതാവാണ്. ആ നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ക്യാമ്പ് വളരെ മോശമാണെന്നും ഇവിടെ ഭക്ഷണമൊന്നും കിട്ടില്ല എന്നും കഴിഞ്ഞ സർക്കാരാണ് നല്ലതെന്നും ഒക്കെ. ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ വന്ന് എങ്ങനെയാണ് ഒരാൾക്ക് രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ ക്യാമ്പുകളിലും എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് തോട്ടപ്പുഴശ്ശേരിയിലെ ഒരു ക്യാമ്പിൽ നിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ നമ്മളുടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ, നമ്മളൊരു പ്രളയത്തെ നേരിടുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു സാമാന്യമായ രാഷ്ട്രീയ മര്യാദയൊക്കെ ഈ കാര്യത്തിലുണ്ട്. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞോളൂ, രാഷ്ട്രീയം കളിച്ചോളൂ, അതിനൊക്കെ മറുപടി പറയാനും എല്ലാം പറ്റുന്ന ഒരു സമയമാണ്. ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും രാഷ്ട്രീയമായി മറുപടി പറയാൻ പറ്റുന്ന ഒരു സമയമല്ല. ഇപ്പോൾ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് എത്രമാത്രം അഗ്രസീവായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇങ്ങനെയായിരുന്നു പ്രതികരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഞാൻ ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രതികരണമേ പറ്റുള്ളൂ. കാരണം ഇന്ന് രാത്രി കൂടുതൽ മഴയുണ്ടാവാൻ, മിന്നൽ പ്രളയം ഉണ്ടാവാൻ സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം കിടക്കുന്ന വെള്ളത്തിൻ്റെ പുറത്തേട്ട് ഇനിയും വെള്ളം വന്നാൽ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറാവസ്ഥയിലേക്ക് ആറന്മുള പോകും. ഇപ്പം ഞാൻ ആ സാഹചര്യത്തെയൊക്കെ വളരെ പേടിയോടുകൂടി ആശങ്കയോടുകൂടി കാണുകയാണ്. അതിനെന്ത് സാഹചര്യമാണ് ഇവിടെ ഒരുക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നതിലൊന്നും ഒരു ഔചിത്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ശേഷം 2-3 ദിവസം ചെറിയ ഇടവേള. ശ്രീ രാജു എബ്രഹാം, ഇതിനുള്ള എല്ലാ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയം പറയുന്നു, ദുരന്തമുഖത്ത് രാഷ്ട്രീയം പറയുന്നു എന്നത് അടക്കമുള്ള ആരോപണങ്ങൾക്ക് അങ്ങയിൽ നിന്ന് മറുപടി വേണം. ഒരു ചെറിയ ഇടവേള. ശ്രീ രാജു എബ്രഹാം, ഇത് രാഷ്ട്രീയം പറയേണ്ട സമയമല്ല, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ല, മാനിപ്പുലേഷൻസ് നടത്തേണ്ട സമയമല്ല എന്നൊക്കെയാണ് ശ്രീ അബിൻ വർക്കി പറഞ്ഞു വെക്കുന്നത്. അങ്ങ് ഉന്നയിച്ച പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ, 1 വേണ്ട മുന്നറിയിപ്പ് നൽകിയില്ല, 2 ഈ പ്രളയത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന 2 ആരോപണങ്ങൾക്ക് ഇന്ന് ശ്രീ പഴകുളം മധുവിന് നേരിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് തുടക്കത്തിൽ അദ്ദേഹം മറുപടി നൽകിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് 2018 അങ്ങ് മുന്നറിയിപ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ അനുഭവത്തിൽ നിന്നൊക്കെ ആയിരിക്കും. വേണ്ട മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു, തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും കാലം ഭരിച്ചത് അവരായിരുന്നില്ല, വേണ്ട തയ്യാറെടുപ്പ് എടുക്കണമായിരുന്നെങ്കിൽ അത് ഉണ്ടായിട്ടില്ല. ഈ 2 മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി ശ്രീ അബിൻ വർക്കി പറഞ്ഞതിനടക്കമുള്ള അങ്ങയുടെ മറുപടി കേൾക്കാം. ശ്രീജ, ഞാനിതിനകത്ത് ഒരു രാഷ്ട്രീയ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ല. ഈ മനുഷ്യനിർമ്മിതം എന്ന വാക്കുപോലും ഉപയോഗിച്ചത് 2018 പ്രളയം ഉണ്ടായതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ VD സതീശനാണ്. എന്ന് മാത്രമല്ല, സർക്കാർ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോട് അവർ മാറി നിൽക്കുന്നൊരു സമീപനമാണ് അന്ന് സ്വീകരിച്ചത്. എന്നു മാത്രമല്ല, കേരളത്തിൻ്റെ വിഹിതം കേന്ദ്ര സർക്കാർ കാര്യമായി നൽകാതിരുന്നപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാർ അവർ മലയാളികളുള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന് അന്ന് കത്തെഴുതി. അതുകൊണ്ട്
നമ്മുടെ മന്ത്രിമാർക്ക് വിസ കിട്ടിയില്ല, പോകാനും കഴിഞ്ഞില്ല. പിന്നെ വിദേശത്തും ഒക്കെയുള്ള ആളുകൾ ഇങ്ങോട്ട് അയച്ചു തന്ന കുറച്ച് പണമാണ് നമ്മൾ റീബിൽഡ് കേരളയ്ക്ക് അന്ന് ഉപയോഗിച്ചത്. ഞാനിതൊരു ഫ്ലാഷ് ബാക്കായിട്ട് ഞാൻ സൂചിപ്പിച്ചതന്നേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഒരു ആരോപണവും ഞങ്ങൾ ഉന്നയിച്ചില്ല. ഇന്നലെ ഞാൻ പത്തനംതിട്ട ജില്ലയിലെ വിവിധ അസംബ്ലി മണ്ഡലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായ മല്ലപ്പള്ളിയുണ്ട്, കോന്നി പ്രദേശങ്ങളിൽ പല ഭാഗത്തും ഉണ്ട്, സീതത്തോട്, ചിറ്റാറ്, റാന്നി, പിന്നെ ആറന്മുള, എഴിക്കാട്, ഇരവിപേരൂർ, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം, അവിടുത്തെ ദുരന്ത ആശ്വാസ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടി ഞങ്ങളുടെ പ്രവർത്തകരെ പരമാവധി രംഗത്തിറക്കുക എന്നതായിരുന്നു ഞാൻ കേന്ദ്രീകരിച്ച പ്രധാനപ്പെട്ട ദൗത്യം. എന്നു മാത്രമല്ല, അവിടെ ഭരിക്കുന്നത് ആരാണ് എന്ന് നോക്കിയല്ല. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ആഹ്വാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ മാഷുടെ ആഹ്വാനം ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം എന്നതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ആളുകളെ രംഗത്തിറക്കുന്ന ഏകോപനമാണ് നമ്മൾ ഇന്നലെ നടത്തിയത്. ഇന്ന് ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, ഇന്ന് ഇപ്പോൾ വെള്ളം ഏതാണ്ട് ഇറങ്ങി, ചിലപ്പോൾ രാത്രി മഴ പെയ്തേക്കുമായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ, അത് പ്രകൃതിയുടെ കാര്യം. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു തീവ്രമഴ, അങ്ങനൊരു തീവ്രമഴ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു റെഡ് അലേർട്ട് കിട്ടേണ്ടതാണ്. ആ റെഡ് അലേർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞതിനകത്ത് എന്താ രാഷ്ട്രീയം? ആ റെഡ് അലേർട്ട് തരേണ്ടത് IMD ആണ്, ഡിസാസ്റ്റർ DM മാനേജ്മെൻറ്റാണ്. അതുവഴി ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത് സർക്കാരാണ്. ആ പ്രവർത്തനം നടന്നോ? എന്തുകൊണ്ട് നടന്നില്ല? വെള്ളം പൊങ്ങി, ഞങ്ങളുടെ നാട് പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് റെഡ് അലേർട്ട് ഉണ്ടായത്. അപ്പോൾ റെഡ് അലേർട്ട് അതിന് തീരുമാനമെടുക്കേണ്ടത് സർക്കാരല്ലെങ്കിൽ പോലും ആ റെഡ് അലേർട്ടിന് ഇടയാവുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. ഓഗസ്റ്റ് മാസം, ജൂലൈ മാസം, സെപ്റ്റംബർ മാസം ഒക്കെ കേരളത്തിൽ വലിയ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെറിയ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2018 പോലെ അതിന് മുമ്പ് 2003 ഇതിന് സമാനമായ പ്രളയം പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുൻകരുതൽ നമുക്ക് വേണ്ടേ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ക്യാമ്പുകൾ ഉണ്ടാവും. അങ്ങനെ ക്യാമ്പുകൾ ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ക്യാമ്പുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ സംവിധാനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ സംവിധാനം ഉണ്ടായില്ല, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇന്ന് ഞാൻ മുമ്പൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ അനിൽകുമാർ. അദ്ദേഹമാണ് ആ ചർച്ചയ്ക്ക് പറഞ്ഞത്, ആറന്മുള MLA എന്നോട് വിളിച്ചു പറഞ്ഞു അവിടെ ഒരു ക്യാമ്പിൽ ഭക്ഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതല്ല, CPM പ്രവർത്തകർ പറഞ്ഞതേ അല്ല. അരമണിക്കൂർ മുമ്പ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി തന്നെയാണ് ഒരു ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞങ്ങൾക്ക് അബിൻ വർക്കിയുമായിട്ട് വ്യക്തിപരമായ ഒരു വിദ്വേഷമോ പിണക്കോ അതൊന്നും നമുക്കില്ല, അതിനുണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം ഇന്നെല്ലാവരും ദുരന്ത പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങൾക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ക്യാമ്പിൽ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മളത് ഉന്നയിക്കുന്നതിനകത്ത് രാഷ്ട്രീയമുണ്ടോ? രാഷ്ട്രീയമില്ല. അവിടെ കുടിവെള്ളമില്ല. ഇപ്പോഴും അദ്ദേഹത്തിനറിയാം കുടിവെള്ളം ത്തിൻ്റെ ഒരു ലഭ്യത കുറവ്. അപ്പം മുൻകൂട്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് നടത്താൻ കഴിഞ്ഞില്ല. അത് നമുക്കൊരു വാർ റൂം സാധാരണഗതിയിൽ ഉണ്ടാകുമായിരുന്നു. ആ വാർ റൂം കേന്ദ്രീകരിച്ച് മുഖ്യമന്ത്രി അതുപോലെ ബന്ധപ്പെട്ട മന്ത്രിമാർ എല്ലാ മണിക്കൂറിലും അതിൻ്റെ അവലോകനങ്ങൾ നടത്തി പോരായ്മകൾ പരിഹരിച്ച് കാര്യങ്ങൾ നീക്കുമായിരുന്നു. പക്ഷേ ഇതിലെല്ലാം ഗുരുതരമായൊരു പ്രശ്നം നമ്മുടെ അണക്കെട്ട് തുറന്നു വിട്ടു എന്നുള്ളതാണ്. അണക്കെട്ട് തുറന്നു വിടാം, തീവ്ര മഴയുണ്ടായി നിറഞ്ഞാൽ അണക്കെട്ട് തുറന്നു വിടണം, അല്ലെങ്കിൽ അണക്കെട്ട് പൊട്ടിപ്പോകും. പക്ഷേ മൂഴിയാർ അണക്കെട്ട് സാമാന്യം വലിപ്പമുള്ള അണക്കെട്ട് തന്നെയാണ്, കക്കി ആനത്തോടിന് അത്രയും വരത്തില്ലെങ്കിലും. തീവ്രമഴയിൽ നിറഞ്ഞു കിടന്ന പമ്പയിലേക്കാണ് ഈ മൂഴിയാർ അണക്കെട്ട് തുറന്നു വിട്ടത്. അണക്കെട്ട് തുറന്നു വിടുമ്പോഴുള്ള പ്രോട്ടോക്കോൾ എന്താണ്? ആ പ്രോട്ടോക്കോൾ എന്തുകൊണ്ട് പാലിച്ചില്ല? അത് പാലിക്കണം. പ്രോട്ടോക്കോൾ ഞങ്ങളിതിന് 2 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രശ്നം എന്താണ്? അണക്കെട്ട് തുറന്നു വിടുമ്പോൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ അറിയിക്കണം. അബിൻ വർക്കിയെ അറിയിക്കണം, പഴകുളം മധുവിനെ അറിയിക്കണം, അവിടുത്തെ പഞ്ചായത്തിനെ അറിയിക്കണം, ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കണം. ഇതെല്ലാം ചെയ്യണം. കൃത്യമായ അനൗൺസ്മെൻറ്റ് റവന്യൂ വകുപ്പ് ചെയ്യണ്ടേ? ചെയ്തോ? ഇവിടെ എവിടെയെങ്കിലും ചെയ്തോ അനൗൺസ്മെൻറ്റ് അണക്കെട്ട് തുറക്കുന്നതായിട്ടുള്ള? രാത്രി 1 മണിക്ക് ശേഷം വെള്ളിയാഴ്ച അണക്കെട്ട് തുറക്കുമ്പോൾ അവിടെ ഉണ്ടാവേണ്ട അനൗൺസ്മെൻ്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ
ഈ വീടുകൾ, ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറി. ആ വീട്ടുകാരുടെ സാധനങ്ങൾ എടുത്തു മാറ്റുമായിരുന്നു. ഇത് പലരും ഉറങ്ങിക്കിടന്ന് അവരുടെ കട്ടിലിൽ വെള്ളം വന്ന് മുട്ടുമ്പോഴാണ് അവർ ചാടി എഴുന്നേൽക്കുന്നത്. പിന്നെ വെപ്രാളപ്പെട്ടുള്ള ഓട്ടമാണ്. അവിടെ സാധനങ്ങൾ ഒത്തിരി ഒഴുകിപ്പോയി. വീട് പോലും അടയ്ക്കാതെയാണ് പത്തനംതിട്ടയെ പറ്റി അങ്ങേക്കാണ് എന്നേക്കാൾ കൂടുതൽ അറിയുന്നത്. പക്ഷേ സ്വാഭാവികമായും ഈ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ അവിടെ നിന്നുള്ള ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ മൂഴിയാർ ഡാം തുറന്നാൽ ഇത്തരത്തിൽ റാന്നിയിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ശബരിഗിരി ഡാമൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ മൂഴിയാർ തുറന്നാൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്ന് കയറി റാന്നി വെള്ളത്തിനടിയിലായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നതാണ് അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് അങ്ങേക്ക് തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം, കാരണം എന്നെക്കാൾ കൂടുതൽ അങ്ങേക്കറിയാം. മറ്റൊന്ന്, ഈ മൂഴിയാർ ഡാം എന്ന് പറയുന്നത് ഈ ഓറഞ്ച് ബുക്ക് പ്രകാരം, KSDMAയുടെ ഓറഞ്ച് ബുക്ക് പ്രകാരം രാത്രിയും തുറന്നു വിടാൻ കഴിയുന്ന തരത്തിൽ പത്തനംതിട്ട ജില്ലയിൽ 2 ഡാമുകളാണുള്ളത്. അത് ഒന്ന് മൂഴിയാറും ഒന്ന് മണിയാറുമാണ്. അപ്പോൾ ആ 2 ഡാമുകൾ തുറന്നു വിടാൻ അവർക്ക് അധികാരമുണ്ട്. അങ്ങനെ പ്രത്യേക അനുമതി വേണ്ടാത്ത ഡാമുകളാണ് മൂഴിയാറും മണിയാറും. അപ്പോൾ ഇനി അനൗൺസ്മെന്റിന്റെ കാര്യമാണെങ്കിൽ മൂഴിയാറിൽ നിന്ന് ഈ വെള്ളം വന്ന് കയറി ഈ നദിയുടെ കരകളിലേക്കൊക്കെ കയറി വലിയ പ്രശ്നമുണ്ടാകുമെങ്കിൽ അത് ചെയ്യണമെന്നാണ് ആ ഓറഞ്ച് ബുക്കിൽ പറഞ്ഞത്, ഞാൻ വായിച്ചു മനസ്സിലാക്കിയത് പ്രകാരം. ശരി, ഒന്നാമത്തെ കാര്യം, മൂഴിയാർ അണക്കെട്ട് തുറന്നുവിട്ടാൽ ആ വെള്ളം വരുന്നത് കക്കാട് ആറ്റിൽ കൂടിയാണ്. കക്കാട് ആ ആറ്റിൽ കൂടി വരുന്ന വെള്ളം അത് വന്ന് ചേരുന്നത് പെരുന്നാട്ടിലാണ്. പെരുന്നാട്ടിൽ അത് ചേരുന്നത് പമ്പാ നദിയിലാണ്. അപ്പം ഈ മൂഴിയാർ ഡാം തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അത് നേരെ വെള്ളം വരുന്നത് അള്ളുങ്കൽ അയ്യപ്പ ഹൈഡൽ പ്രോജക്റ്റിലാണ്. അള്ളുങ്കൽ ഹൈഡൽ പ്രോജക്റ്റ് തകർന്നുപോയി. കാരണം അവർക്കൊരു മുൻകരുതലെടുക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് അത് വരുന്നത് കാരികയം അയ്യപ്പ, 2 അയ്യപ്പ പ്രോജക്റ്റാണ്. നമ്മുടെ അമർ സിംഗും അമിതാഭ് ബച്ചനും എല്ലാം കൂടെ ഉണ്ടാക്കിയ 2 പ്രോജക്റ്റുകളാണ്. അവിടേക്കാണ് ഇത് വന്നത്. അവിടെ കാരികയം ഡാമാണ്, ബാരേജല്ല. ആ ഡാം തുറക്കേണ്ടി വന്നു. അപ്പം കാരികയത്തുണ്ടായിരുന്ന വെള്ളവും മൂഴിയാറിലുണ്ടായിരുന്ന വെള്ളവും ഒരുമിച്ചാണ് നിറഞ്ഞു കിടന്ന പമ്പയുടെ മണ്ടയ്ക്ക് വന്നത്. ഇതാണ് ഉണ്ടായ ദുരന്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു സർക്കാർ സ്പോൺസേർഡ് ആണ്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് സർക്കാരിനെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവിടെ നഷ്ടപ്പെട്ട വീടുകൾക്ക് സർക്കാർ ധനസഹായം നൽകണം. അവിടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഓണത്തിനെടുത്ത സ്റ്റോക്കാണ്, അത് മുഴുവൻ പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് സർക്കാർ സ്പോൺസേർഡ് ദുരന്തമെന്നും അതിന് നഷ്ടപരിഹാരം, എൻ്റെ ഡിമാൻഡ് അതാണ്, ആ നഷ്ടപരിഹാരം ഈ വീട്ടുകാർക്ക് നൽകുവാൻ തയ്യാറാകണം എന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി രണ്ടാമത്തെ കാര്യം, ഓറഞ്ച് ബുക്ക്. ശരി, ഞാൻ സംബന്ധിച്ചു. പക്ഷേ ശ്രീ അബിൻ വർക്കിക്ക് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ പോകണം. അദ്ദേഹം 10 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ശ്രീ അബിൻ വർക്കിയോട് ചോദിച്ച അങ്ങയുടെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്തായാലും കിട്ടിയേ പറ്റൂ. ഇത് ദുരന്തമുഖത്തായാലും അല്ലെങ്കിലും ശരി, ചില സമയത്ത് രാഷ്ട്രീയം പറയേണ്ടി വരും. ശ്രീ അബിൻ വർക്കി, ദുരന്തത്തിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രധാനമാണ്. നമ്മൾ പലതവണ അത്തരം മികച്ച പ്രതികരണങ്ങളിലൂടെ പരമാവധി നഷ്ടങ്ങളും കോട്ടങ്ങളും കുറച്ച് നമ്മൾ മുന്നോട്ട് വന്നവരുമാണ്. അപ്പോൾ ആ ദുരന്ത പ്രതികരണം, അതിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ അതിപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് പറയേണ്ടത്? ഒന്നാമത്തെ കാര്യം, അത് നിങ്ങളിപ്പോൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഇപ്പോൾ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആറന്മുളയെ സംബന്ധിച്ച് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞങ്ങൾ 1.5 മാസം മുമ്പാണ് കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം കൂടിയത്. അന്ന് ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള പ്രളയത്തിനുള്ള സാഹചര്യമില്ല, പക്ഷേ പ്രളയം പ്രതീക്ഷിച്ചാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അന്ന് തന്നെ ഞങ്ങൾ 38 ക്യാമ്പ് സൈറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. അതിനകത്താണ് 25 ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് NDRFൻ്റെ കൊല്ലത്തെയും ആലപ്പുഴയും സംഘത്തെ അവർക്ക് പ്രത്യേക നിർദ്ദേശം കൊടുത്തു, ഏത് സാഹചര്യത്തെ നേരിടാൻ ഇവിടെ വരാൻ ഒരു സംഘം കൂടി വേണമെന്നും. ആ സംഘങ്ങളാണ് ആറന്മുളയിൽ കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നെ താങ്കൾ ഈ പറഞ്ഞ മൂഴിയാർ ഡാമുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഈ മൂഴിയാർ ഡാം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ചെറിയ ഡാമുകളിൽ ഒന്നാണ്.
ആ ഡാം രാത്രികാലങ്ങളിൽ തുറക്കുന്നതിനുള്ള അനുമതി കൊടുത്തത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ആ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഒന്ന്, ആ ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ഡാമാണ്, പെട്ടെന്ന് വെള്ളം വരികയും ആ വെള്ളം തുറന്നു വിടാൻ രാത്രിയിലടക്കം തുറന്നു വിട്ടാലും വലിയ ഗുരുതരമായ സാഹചര്യം ഉണ്ടാകാത്ത ഒരു ഡാമാണ്. ആ ഡാം തുറക്കുന്ന സമയത്ത് വേണ്ടത്ര എല്ലാ പ്രൊസീജിയേഴ്സും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ ഡാമുകൾ തുറക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു രാഷ്ട്രീയമായി പറഞ്ഞു. ഞാൻ ശ്രീ AP അനിൽകുമാറിൻ്റെ അടുത്ത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പല മേഖലയിലും ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു ആളുകളെ ഇപ്പോൾ ഒരു പ്രളയം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് പരമാവധി സൗകര്യം ഒരുക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും നമ്മൾ പരമാവധി സൗകര്യം ഒരുക്കാനാണ് നോക്കുന്നത്. പക്ഷേ പ്രളയമാണ്, 1-2 ആളുകൾക്കൊക്കെ ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. നമ്മൾ ആരെങ്കിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ? നമ്മളെല്ലാവർക്കും എല്ലാം കിട്ടാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രളയ സമയത്ത് ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഏറ്റവും മാക്സിമം ആയിട്ടുള്ള എന്ത് സജ്ജീകരണമാണോ ഒരുക്കേണ്ടത് അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രി ക്യാമ്പ് തുറന്ന പല സ്ഥലങ്ങളിലും പ്രൊക്യൂർമെൻറ്റുകൾ ഫലപ്രദമായി നടത്താൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ഇന്നലെ രാത്രി വളരെ നേരത്തെ തന്നെ ആറന്മുളയിലെയും പരിസര പ്രദേശത്തെയും കട മുഴുവൻ അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊക്യൂർമെൻറ്റുകൾ നടത്താൻ പറ്റിയില്ല. പക്ഷെ അത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ആ പ്രൊക്യൂർമെൻറ്റുകൾ പൂർത്തീകരിച്ചു. ഞാനത് ശ്രീ AP അനിൽകുമാറിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ അടിയന്തര നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അടിയന്തര നിർദ്ദേശം കൊടുത്തു. കളക്ട്രേറ്റിൽ നിന്ന് അത് മറ്റ് ജില്ലകളിൽ നിന്നടക്കം പ്രൊക്യൂർമെൻറ്റുകൾ ഉണ്ടായി. അങ്ങനെ അത് രാവിലെകൾ പരിശോധിച്ചു. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ വിഷയം അതല്ല, ഇന്ന് CPM പറഞ്ഞ രാഷ്ട്രീയ വിഷയം അതല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമ്പ് സൈറ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ക്യാമ്പിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു ക്യാമ്പിൽ മരുന്നില്ല, ഇല്ലെങ്കിൽ അത് ഭക്ഷണമില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു ക്യാമ്പിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഇതിലും ഭേദം കഴിഞ്ഞ സർക്കാരാണ്, ഈ സർക്കാർ വന്നതിന് ശേഷം ഒരു ഗുണമില്ല എന്നും ഈ സർക്കാരിൻ്റെ ക്യാമ്പായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നടക്കുന്നതെന്നും ആരെങ്കിലും പറഞ്ഞ ചരിത്രമുണ്ടോ? അങ്ങനെ പറയിപ്പിച്ച ചരിത്രമുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. ശ്രീ രാജു അബ്രഹാമും ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു കുഴപ്പമുള്ള ആൾക്കാരല്ല. ഞങ്ങൾ വളരെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് പല പ്രദേശത്തെയും CPMൻ്റെ മെമ്പർമാരുമായി ചേർന്നാണ് പലതും നടത്തിയത്. അതിന് കാരണം എന്താ? ആ പ്രദേശത്തെ മെമ്പർമാർ CPMകാരാണ്. അവിടെ ദുരിതം അനുഭവിക്കുന്നവർക്ക് കൃത്യമായ വിവരങ്ങൾ കൊടുക്കേണ്ടത് ആ പ്രദേശത്തെ മെമ്പർമാരാണ്. ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയം നോക്കിയോ അവരെന്തെങ്കിലും രാഷ്ട്രീയം നോക്കിയോ അല്ല ഞങ്ങളുടെ അടുത്ത് ബന്ധപ്പെടുന്നത്. ഈ ദുരന്തമുഖത്ത് കോൺഗ്രസും ഉണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, മതമുള്ളവരും ഉണ്ട്, രാഷ്ട്രീയമുള്ളവരുണ്ട്, രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, മതമില്ലാത്തവരുണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ ദുരന്തമുഖത്തെ നേരിടുന്നത്. അപ്പോൾ ശ്രീ രാജു അബ്രഹാമിനോട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടല്ല ഇത് പറയുന്നത്, ഈ സമയത്തല്ല ഇത് പറയുന്നത്. ഇപ്പം ഞങ്ങൾ 2018 പ്രളയത്തെ വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ? ഞങ്ങൾ ഫാക്ട്ഫുള്ളായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കോടതി തന്നെ അത് കണ്ടെത്തുകയും ചെയ്തു. ഞങ്ങൾ ആരെങ്കിലും ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ആ ഒരാഴ്ചത്തേട്ട് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ വന്ന് ഇത് സെറ്റിലായി കാമായി കഴിയുമ്പോൾ ഞങ്ങൾ ഈ വിമർശനങ്ങൾ ഉന്നയിക്കും. നിങ്ങൾക്ക് ഉന്നയിക്കാം. ഇപ്പോൾ ശ്രീ രാജു അബ്രഹാം ഉദ്ദേശിക്കുന്ന റാന്നിയിലെ വെള്ളം ഒഴുകി പോയി എന്നുള്ളതായിരിക്കും താങ്കളുടെ അവിടെ പ്രളയം കഴിഞ്ഞു എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ലല്ലോ. ആറന്മുളയിൽ വെള്ളം കിടക്കുമല്ലേ, 2 ദിവസം കൂടെ ഇങ്ങനെ നിൽക്കുമല്ലേ. ഇനിയൊരു മിന്നൽ സമയത്ത് തന്നെ ഉന്നയിക്കണം. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ മുഖ്യമന്ത്രി ഔചിത്യ ബോധത്തോടെയാണോ പെരുമാറിയത്? അദ്ദേഹം പോയ വിരുന്നിന്റെ ചിത്രങ്ങളും അദ്ദേഹം പങ്കെടുത്ത ഉദ്ഘാടനത്തിന്റെ ചിത്രങ്ങളും ഒക്കെയാണ് ഈ ദുരന്ത ബാധിതർക്ക് മുന്നിലേക്ക് വരുന്നത്. അതൊക്കെ ചില സമയത്ത് പറയേണ്ടി വരിക തന്നെ ചെയ്യില്ലേ? എന്താണ് ഞാൻ ശ്രീജ, അതിനകത്ത് മുഖ്യമന്ത്രി നേരത്തെ ഏറ്റ ഒരു പരിപാടി, ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അദ്ദേഹം അതിനുശേഷം കൃത്യമായി വന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മീറ്റിംഗ് വിളിച്ചു. ഞങ്ങളെ MLA-മാരെ എല്ലാവരെയും കൂട്ടി. അതിനിടയ്ക്ക് തന്നെ അദ്ദേഹം ഫോണിലൂടെ എല്ലാം ബന്ധപ്പെട്ടു, കളക്ടറെ ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ PC വിഷ്ണുനാഥിൻ്റെ ഇതിൻ്റെ ഏകോപനത്തിന് വേണ്ടി പത്തനംതിട്ടയ്ക്ക് അയച്ചു. അദ്ദേഹം റാന്നിയിലെത്തി, പിന്നീട് ആറന്മുളയിലെത്തി, ഇന്നിപ്പോൾ കോന്നിയിലുണ്ട്. എല്ലായിടത്തും അദ്ദേഹം ഇത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ട കർത്തവ്യങ്ങളെല്ലാം ചെയ്തു. അപ്പം നിങ്ങൾ അതിൻ്റെ അതർ സൈഡല്ലേ എടുക്കേണ്ടത്? ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി നേരത്തെ ഏറ്റവും ഒരു പരിപാടിയിൽ പങ്കെടുത്തു, അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതാണോ ഫോട്ടോയാക്കി ഇവിടെ പ്രചരിപ്പിക്കേണ്ടത്? അതാണോ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം? അതാണോ ഔചിത്യം? ആ സൈഡല്ലേ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നതോ ചിന്തിക്കാൻ പറ്റുന്നതോ അവസ്ഥയിലല്ല ഞാൻ നിൽക്കുന്നത്. എന്റെ മുമ്പിൽ ഇന്നൊരു മിന്നൽ പ്രളയം ഉണ്ടാകുമെന്നുള്ള ആശങ്ക എന്റെ മുമ്പിലുണ്ട്. ആ ആശങ്കയുടെ മുമ്പിൽ എനിക്ക് നിൽക്കുമ്പോൾ എനിക്ക് മാക്സിമം ആളുകൾ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരി, പക്ഷേ ഇതിന്റെ രാഷ്ട്രീയം എനിക്ക് കുറച്ചുകൂടി വ്യക്തമായി അറിയണം. ഞാൻ പറഞ്ഞത് എനിക്ക് ഇന്ന് എന്റെ മുമ്പിൽ ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെ രക്ഷപ്പെടുത്തി അവളെ ക്യാമ്പിൽ എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നീട് നന്നായി രാഷ്ട്രീയം സംസാരിക്കുന്നവരാണല്ലോ നമ്മള്.
ഞാനും ശ്രീ രാജു അബ്രഹാമും ഒക്കെ നന്നായി, താങ്കളും ഒക്കെ നന്നായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്ന ആളുകളാണ്. നമുക്ക് എത്രമേൽ രാഷ്ട്രീയം നടത്താം. ഇതിനൊക്കെ കൃത്യമായി, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ വിഷയത്തിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞങ്ങൾ ആരും മറുപടി പറഞ്ഞ് ശീലിച്ചിരുന്നത്. എത്രയോ അഗ്രസീവായി മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് നമ്മൾ. ഞാൻ ഫ്രീ ആക്കാമെന്ന് പറഞ്ഞ വാക്കാണ്, അതുകൊണ്ട് അഭിനെ ഫ്രീ ആക്കുന്നു. പക്ഷേ ശ്രീ രാജു എബ്രഹാം, യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീ വിജയ് ഇന്ദുചൂഡൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തന്നെ നമ്മളോടൊപ്പം ചേരും. ശ്രീ രാജു എബ്രഹാം, ഈ വിഷയത്തിൽ പറയേണ്ട സമയം, പറയേണ്ട അവസരം ഇതാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ എന്ത് നമ്മൾ ചെയ്തു? അല്ലെങ്കിൽ കഴിഞ്ഞ 2018 പ്രളയം കഴിഞ്ഞിട്ടിപ്പോൾ എത്ര വർഷമായി? 8 വർഷം കഴിഞ്ഞ് നമ്മളൊരു 9ാമത്തെ വർഷമാണ്. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇത്തരം സമയങ്ങളിലൊക്കെ ഈ വളരെ പെട്ടെന്ന് നിങ്ങൾ ഇത് ചെയ്തില്ല അത് ചെയ്തില്ല എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന ചോദ്യം വളരെ വ്യാപകമായി ഉയരുന്നുണ്ട് കേട്ടോ. അല്ല, ഇവിടെ ശ്രീജ ക്ഷമാപണത്തോടെ ഞാനൊരു കാര്യം പറയാം. ശ്രീജ ഒരു ബുക്ക്, ഒരു പ്രോട്ടോക്കോളിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബിൻ വർക്കിയും അത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അത് അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ മാതൃഭൂമിയുടെ സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. ഈ വർഷം ഈ ജൂൺ മാസം മുതൽ ഒരു 5 തവണയെങ്കിലും മൂഴിയാർ അണക്കെട്ട് തുറന്നു വിടുന്ന മുന്നറിയിപ്പ് പത്രമാധ്യമങ്ങളിൽ കൃത്യമായി ലഭിച്ചിട്ടുണ്ട്, മാതൃഭൂമിയിൽ ലഭിച്ചിട്ടുണ്ട്, മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഏത് അണക്കെട്ട് തുറന്നു വിട്ടാലും, അതിൻ്റെ താഴെയുള്ള ബാരേജ് തുറന്നു വിട്ടാലും, ഏത് ബാരേജ് ആണെങ്കിലും അണക്കെട്ടാണെങ്കിലും തുറന്നു വിടുന്നതിന് മുമ്പ് പൊതുജനങ്ങളെ അറിയിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങയുടെ ഒരു ഇൻഫർമേഷൻ തെറ്റാണ്. കാരണം ഇപ്പൊ അബിൻ വർക്കി അത് പിടിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മൂഴിയാർ ഒരു ചെറിയ ഡാമൊന്നുമല്ല. മൂഴിയാറിലെ വെള്ളം തുറന്നു വിട്ടാൽ സാധാരണഗതിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന പമ്പാ നദിയിൽ അത് തുറന്നു വിട്ടാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, കാര്യമായിട്ടുണ്ടായില്ല. 4-5 തവണ ഈ വർഷം തുറന്നു വിട്ടു, ഒരു വർഷം ഇപ്പോൾ ഉണ്ടായില്ല. പക്ഷേ തീവ്രമഴയിൽ നിറഞ്ഞു കിടന്ന പമ്പയുടെ പുറത്താണ് ഈ വെള്ളം അധികമായി എത്തിയത്. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഏത് അണക്കെട്ട് തുറന്നു വിട്ടാലും, പ്രത്യേകിച്ച് പ്രളയ കാലഘട്ടങ്ങളിൽ അനൗൺസ്മെന്റ് നിർബന്ധമാണ്. അനൗൺസ്മെന്റ് നടത്തിയേ ഏത് ഡാമും തുറന്നു വിട്ടിട്ടുള്ളൂ. 2018 ജൂലൈ മാസം 30-ാം തീയതിയാണ് ആദ്യം അണക്കെട്ട് തുറന്നു വിട്ടത്. ഇടുക്കി തുറന്നു വിട്ടു, കക്കി തുറന്നു, എല്ലാം തുറന്നു വിട്ടു. എല്ലാം പ്രോപ്പറായിട്ടുള്ള അനൗൺസ്മെന്റ് 6 തവണ തുറന്നു വിട്ടു. 6 അങ്ങയോട് ചോദിക്കുന്നത് മണിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണി 2.5 വർഷമായിട്ട് നടത്താത്തത് എന്തുകൊണ്ടാണ്? അത് തുറന്നു കിടക്കുകയല്ലേ എന്ന മറു ചോദ്യമാണ് ശ്രീ പഴകുളം മധു അങ്ങയോട് തിരിച്ചു ചോദിച്ചത്. മണിയാർ ഡാമും ഇതുമായിട്ട് കാര്യമായിട്ട് ബന്ധമില്ല. കാരണം ഈ വെള്ളം ഒഴുകി വരുന്നത് മണിയാർ ഡാം കഴിഞ്ഞിട്ടാണ് പമ്പാ നദിയിലേക്ക് വരുന്നത്. മണിയാർ ഡാമിൻ്റെ അറ്റകുറ്റപ്പണി ഇത്ര വർഷം കൂടുമ്പോൾ നടത്തണം എന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നത്. ഇനി അതുണ്ടെങ്കിൽ തന്നെ എന്താ, ആ ഡാമും തുറന്നു, ആ ഡാം കൂടെ തുറക്കും, അത്രയും കൂടെ വെള്ളം വരുമായിരുന്നു. മണിയാർ ഡാം തുറന്നു കിടന്നതുകൊണ്ട് ദുരിതത്തിൻ്റെ വ്യാപ്തി അല്പം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനതേ പറഞ്ഞുള്ളൂ. പക്ഷേ മുൻകരുതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാം തുറന്നു വിട്ടതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയത്തില്ല. ആ വെള്ളം വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ദുരന്തം റാന്നിയിൽ ഇത്ര ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത്. അതുകൊണ്ടാണ് സർക്കാർ ഇതിനുള്ള സഹായം നൽകണം. രണ്ടാമത്, എല്ലാ വാർഡുകൾക്കും 25,000 രൂപ നേരത്തെ നൽകുമായിരുന്നു. 2, പ്രളയം വന്നപ്പോൾ 2018 ഉടൻ തന്നെ 10,000 രൂപ വെള്ളം കയറിയ എല്ലാ വീട്ടുകാർക്കും അന്ന് ഗവൺമെൻറ് കൊടുത്തു. കുടുംബശ്രീ അംഗങ്ങൾ, ആ കുടുംബശ്രീ അംഗങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് പലിശ സർക്കാരാണ് കൊടുത്തത്. വെള്ളം കയറിയ കടകൾ 10 ലക്ഷം രൂപ അവർക്ക് ലോൺ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ 2 ലക്ഷം രൂപ സബ്സിഡി അത് കേരളം മുഴുവൻ കൊടുത്തു. അത്തരം ഉജ്ജയിനി പദ്ധതി അന്ന് നടപ്പാക്കിയ പദ്ധതി ഞാൻ ഓർക്കുന്നു. നിങ്ങൾ വീടുകൾ സർക്കാർ പുനർനിർമ്മിക്കുന്ന കൂടാതെ വീടുകൾ പുനർനിർമ്മിച്ചാൽ 3.5% അതിൻ്റെ പലിശ സബ്സിഡി കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കി. ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സഹായങ്ങളില്ലാതെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചു, അന്ന് UDF ശരിക്കും രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തിനോട് അന്ന് സഹകരിച്ചേയില്ല. അന്ന് സഹകരിച്ചില്ലെന്ന് മാത്രമല്ല, കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടാതിരിക്കാൻ മന്ത്രിമാർ പുറത്ത് പോകുന്നതിന് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തെഴുതിയ ആളുകളാണ്. ഞങ്ങൾ അങ്ങനെയല്ല ചെയ്തത്. ഞങ്ങളിതിനകത്ത് രാഷ്ട്രീയം കാണാത്തത് കൊണ്ടും ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എല്ലാം തുറന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇടുക്കിയാണ്, കോട്ടയമാണ്, പത്തനംതിട്ടയാണ്, കാസർഗോഡാണ്, വയനാടാണ്, അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നാളെ ഇത് ഏത് ജില്ലയിലും സംഭവിക്കാം. പക്ഷേ
മുൻകരുതലുകൾ എടുത്തേ പറ്റൂ. ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ഉരുൾപൊട്ടലുണ്ടാകുന്ന സ്ഥലങ്ങളിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സമീപനം കേരളത്തിലുണ്ട്. എന്തുകൊണ്ട് കോട്ടയം ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ അതുണ്ടായില്ല? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അല്ലെങ്കിൽ ദുരന്തം ഇത്രയും വരില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം ചെയ്താലും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമുള്ള തീവ്ര മഴ പെയ്താൽ ചിലപ്പോൾ ഇതിനപ്പുറവും പ്രകൃതിയാണ്, നമ്മുടെ നിയന്ത്രണത്തിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ ഇതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ കഴിയും, കലാമിറ്റി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി കഴിയും. 2018 പ്രളയവുമായി ഈ പ്രളയത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അന്ന് കേരളം മുഴുവൻ തീവ്രമഴയായിരുന്നു, കേരളം മുഴുവൻ മുങ്ങിപ്പോയ ഒരു പ്രശ്നമാണ്. എന്നാൽ ഇത്തവണ അത്ര ഉണ്ടായില്ല, ഒറ്റ ദിവസത്തെ മഴയുണ്ടായുള്ളൂ. ഒരു ദിവസത്തെ മഴയുണ്ടായപ്പോൾ ഇതാണ് സ്ഥിതി എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 2018 പോലെയുള്ള ഒരു പ്രളയം വന്നാൽ എങ്ങനെയാണ് ഈ മുന്നൊരുക്കമില്ലാതെ, തയ്യാറെടുപ്പില്ലാതെ ഒരു സർക്കാരിന് ഇത് നേരിടാൻ പറ്റുക? ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. മറുപടി ശ്രീ വിജയ് ഇന്ദുചൂടൻ നൽകും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ വിജയ് ഇന്ദുചൂടൻ, 2.5 മാസം കഴിഞ്ഞു സർക്കാർ അധികാരത്തിൽ വന്നിട്ട്, 2.5 മാസമാവുന്നു. ഇനിയൊരു ഹണിമൂൺ ആനുകൂല്യമൊന്നുമില്ല. എല്ലാ യാഥാർത്ഥ്യങ്ങളെയും നേരിട്ട് മുന്നിൽ കാണേണ്ടി വരും, അതിനോട് പ്രതികരിക്കേണ്ടി വരും, അതിവേഗം പ്രതികരിക്കേണ്ടി വരും. കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷം എന്ന നിലയ്ക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞോ, എങ്ങനെയൊക്കെ പെരുമാറിയോ, അതിനൊക്കെയുള്ള മറുപടി ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൽ നിന്ന് നേരിടേണ്ടി വരും. ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി, നിങ്ങൾ എന്ത് തയ്യാറെടുപ്പ് എടുത്തിരുന്നു? ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ എന്തായിരുന്നു തീരുമാനമെടുത്തിരുന്നത്? രണ്ടാമത്തെ കാര്യം നേരത്തെ അബിൻ പൂർത്തിയാക്കാത്ത കാര്യമാണ്, അത് ഔചിത്യബോധത്തെക്കുറിച്ചാണ്. അങ്ങനെ പോയാൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അത് ഔചിത്യബോധമാണെന്ന് മാത്രമേ ഏതൊരു സാധാരണക്കാരനും പറയാനാവൂ. അല്ല ശ്രീജ, ശ്രീ രാജു എബ്രഹാം ഇവിടെ 25 വർഷം റാന്നി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ച MLA, അദ്ദേഹം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, രാജു എബ്രഹാം പറഞ്ഞ വളരെ ബാലിശമായിട്ടുള്ള കാര്യം, രാഷ്ട്രീയ പ്രേരിതമായി തന്നെ പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്. ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ കഴിഞ്ഞ സർക്കാർ 10 ലക്ഷം രൂപ ലോൺ എടുക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ആളുകളോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ അതിനകത്ത് സബ്സിഡിയാണെന്ന് പറഞ്ഞു. ഉജ്ജയിനി പദ്ധതിയെ പറ്റി പറയുന്നു. ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ സർക്കാർ കൂടുതലായി കൊടുത്തതെല്ലാം തന്നെ വാഗ്ദാനങ്ങളാണ്. അതിനകത്ത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് നടപ്പിലാക്കി അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരാളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ പോലുമില്ല. അത് കൂടുതലും അവർക്ക് കിട്ടിയത് വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതുപോലെയാണോ ഈ സർക്കാർ ചെയ്യുന്നത്? 2 മാസം മാത്രം കാലയളവിൽ വന്നിട്ടുള്ള ഒരു സർക്കാർ ഇപ്പോൾ, ഞാനീ പറയുന്നത് ഇതിനു മുൻപ് തന്നെ സംസാരിച്ചതുപോലെ, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു കോർഡിനേഷൻ കമ്മിറ്റിയെ തീരുമാനിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായി ശ്രീ AP അനിൽകുമാറിനെ നിയമിക്കുകയും AP അനിൽകുമാർ ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ ജില്ലാ കളക്ടർമാരെയും വിളിച്ച് ഓൺലൈൻ മീറ്റിങ്ങുകൾ വിളിച്ച് വേണ്ട ക്രമീകരണങ്ങളും ബാക്കിയുള്ള എല്ലാ ഐഡിയാസും അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളെപ്പറ്റിയും സംസാരിക്കുകയുണ്ടായി. എല്ലാ SP-മാരെയും അതുപോലെ തന്നെ ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേലധികാരികളെ വിളിച്ച് സംസാരിക്കേണ്ടായി. ഓരോ നിയമസഭാ സാമാജികന്മാരെ നേരിട്ട് വിളിച്ച് അവിടുത്തെ കാര്യങ്ങൾ തിരക്കുകയുണ്ടായി. ഇപ്പം ഞാനടക്കം ഇതിനകത്ത് ഈ പറയുന്ന ആറന്മുള എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. എനിക്കറിയാം എത്രത്തോളം കാര്യക്ഷമമായി സർക്കാർ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കാലയളവിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും ജനപ്രതിനിധികൾക്കും അടക്കം മുഖ്യമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുവാനുള്ള സാഹചര്യം ഇന്നത്തെ ഈ ഭരണത്തിൽ നിലനിൽക്കുകയാണ്. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എത്രയോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. MLA-മാരെ, നിയമസഭാ സാമാജികരെ വിളിച്ച്, കളക്ടർമാരെ വിളിച്ച്, ബാക്കിയുള്ള പൊതുപ്രവർത്തകരെ, ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകൾ അടക്കമുള്ള ആളുകൾ നേരിട്ടിറങ്ങി ക്യാമ്പുകളിലും അല്ലാതെയും ഒക്കെ ഡയറക്റ്റായി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നുള്ളത് അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് 10 വർഷത്തെ നീണ്ട പ്രതിപക്ഷ കാലത്ത് നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ, നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ നിങ്ങളെ തിരിച്ചു കൊത്തുന്നു എന്നതാണ്. ഇപ്പോ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്രയിൽ എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ ഹെലികോപ്റ്റർ വാങ്ങിയത് ധൂർത്താണെന്ന് പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും വിമർശനം വരും. ഇനി വിജയ് ആണെങ്കിൽ, വിജയ് ഇന്ദുചൂടൻ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിരുന്നിൽ പോവുമോ? മാറി നിൽക്കില്ലേ? ഉത്തരവാദിത്വ ബോധം വേറെ, ഔചിത്യ ബോധം വേറെ എന്നതാണ് പോയിന്റ്. അത് അങ്ങ് അംഗീകരിക്കുന്നെങ്കിൽ എനിക്ക് സന്തോഷം, ഇല്ലെങ്കിൽ
സാരമില്ല, ഔചിത്യബോധമാണ് അത് എന്ന് ഞാൻ കരുതും. അല്ല, തീർച്ചയായും ഔചിത്യബോധം മാത്രമല്ല ശ്രീജ അതിനകത്തുള്ളത്. 2018 പോലെയുള്ളൊരു പ്രളയമായിരുന്നില്ല, ഒരു ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന ഈ പ്രളയം, ഈ പറയുന്ന 2026 ഉണ്ടായിരിക്കുന്ന പ്രളയം. അപ്പോൾ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി തന്നെ വേറെയാണ്. മുഖ്യമന്ത്രി എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടാണ് അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു കാര്യങ്ങൾ മാത്രമല്ലോ ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് ഈ കേരള സംസ്ഥാനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, ഈ കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അത് ഡിസാസ്റ്റർ ആയിക്കോട്ടെ, ബാക്കിയുള്ള എൻവയോൺമെന്റൽ കാര്യങ്ങളായിക്കോട്ടെ, ബാക്കിയുള്ള മാനേജ്മെന്റ് ആയിക്കോട്ടെ, അവിടെ നടന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരു നേതാവിന്റെ വീട്ടിൽ നടന്ന ഒരു വിരുന്ന്. ഒന്ന് ഇന്ന് രണ്ടാമത്തെ സംഭവം ഇന്നത്തെ ജ്വല്ലറിയുടെ ഉദ്ഘാടനം. ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പോയതെങ്കിൽ, മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന പിണറായി വിജയനാണ് പോയതെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാവായ വിജയ് ഇന്ദുചൂഡൻ ഇങ്ങനെയാണോ പറയുക? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അതിന് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എത്രയോ കാര്യങ്ങൾ പാരലായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സ്ഥിതിവിശേഷം നമുക്ക് സംജാതമായിരിക്കുകയാണ്. നമുക്ക് എത്രയോ കാര്യങ്ങൾ അങ്ങനെ തിരിച്ചറിവുള്ളതാണ്. അന്നൊക്കെ വളരെ ഔചിത്യത്തോടു കൂടി പ്രതികരിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. പിന്നെ വിമർശിക്കേണ്ടതിനെ വിമർശിച്ചിട്ട് തന്നെയുണ്ട്. അത് കഴിഞ്ഞ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും യൂത്ത് കോൺഗ്രസ് അത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു പറയുന്ന രാഷ്ട്രീയ വിരുദ്ധമായിട്ടുള്ള ഈ ആരോപണങ്ങൾ, മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയി ഒരു വിരുന്നിന് പോയി ജ്വല്ലറി ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് ഈ 2018 പോലെ സമാനമായ ഒരു പ്രളയമല്ല എന്ന് CPM-ന്റെ പ്രതിനിധി തന്നെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. 2018 അപ്രോച്ച് ചെയ്യേണ്ടതുപോലെ ആയിരുന്നില്ല ഈ പറയുന്നത് 2026 അപ്രോച്ച് ചെയ്യേണ്ടത്. ശ്രീജ, ശരി, ശ്രീ രാജു എബ്രഹാം, അങ്ങയുടെ മറുപടിയോടെ നിർത്താം. ഇതാണ് അവരുടെ വിശദീകരണം. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ ശ്രീജ, ഒരു കാര്യം കൂടെ, ഈ പറയുന്ന പോലെ രാജു അദ്ദേഹം CPM-നെ പ്രതിനിധീകരിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ശരി, ശ്രീ രാജു എബ്രഹാം അങ്ങ് പറഞ്ഞോളൂ. നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചു. കാർബറാണ്ടം എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റി നമ്മൾ മറന്നു പോകരുത്. ആ കമ്പനിയെ പറ്റി അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, മണിയാർ ഡാമിന്റെ കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം അതിന് മറുപടിയും തന്നതാണ്. ആ കാർബറാണ്ടം എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ പറ്റി നമ്മൾ ആരും മറന്നു പോകരുത്. 2.5 വർഷ കാലയളവിൽ അതിന് പുതുക്കുവാനുള്ള യാതൊരു വിധമായിട്ടുള്ള കരാറുകളും ആ സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള സത്യം. 2.5 വർഷ കാലയളവിൽ ആ ഷട്ടർ എന്ന് പറയുന്നത് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ആ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ ഷട്ടർ ഉയർന്നു നിൽക്കുന്നതിന്റെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രാവശ്യം ലിമിറ്റോടുകൂടി വെള്ളം വരുവാനുള്ള യാതൊരു ഡാമിലില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം നേരത്തെ മറുപടി പറയുന്നതാണ്. ശ്രീ രാജു എബ്രഹാം, വിജയ് ഇന്ദുചൂഡൻ പറഞ്ഞ ആദ്യത്തെ ഭാഗം, അതായത് ഇപ്പോൾ ഉയർന്ന CPM ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളോടുള്ള അങ്ങയുടെ ഒരു മറുപടിയോടെ നമുക്കിത് അവസാനിപ്പിക്കാം. സമയം എപ്പോഴേ കഴിഞ്ഞു, പക്ഷെ അങ്ങേക്ക് ആ ഒരു മറുപടി പറയാനുള്ള ഒരു അവസരം കൂടി. ഞാൻ ഇന്നത്തെ ചർച്ചയ്ക്കകത്ത് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് നിറഞ്ഞു കിടന്ന പമ്പയിലേക്ക് മുന്നറിയിപ്പില്ലാതെ, അനൗൺസ്മെന്റ് ഇല്ലാതെ, അത് ഞാൻ മാത്രമല്ലല്ലോ, അബിൻ വർക്കിയും ആ ദുരന്തം അനുഭവിക്കുകയല്ലേ, ആറന്മുളക്കാരും ചെങ്ങന്നൂർക്കാരും എല്ലാം ആ ദുരന്തം അനുഭവിക്കുകയല്ലേ, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. കാരണം അവിടെ വെള്ളം അല്പം താമസിച്ചാണ് ചെല്ലുന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറുന്ന ആര് ഉത്തരവാദിത്വം വഹിക്കും? അപ്പോൾ അവർക്ക് ഈ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, നേരത്തെ മൂഴിയാർ തുറക്കുമ്പോൾ നൽകിയ മുന്നറിയിപ്പ് പോലെ എന്തുകൊണ്ട് ഈ മുന്നറിയിപ്പ് നൽകാൻ സർക്കാർ തയ്യാറായില്ല? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. 2, റെഡ് അലേർട്ട് ഇല്ലായിരുന്നത് കൊണ്ട് ആരും മുൻകരുതലെടുത്തില്ല. ഇതുണ്ടാവരുത്, ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇക്കാര്യം പറയുന്നത്. ഞങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ അടുത്ത തീവ്രമഴയും കേരളത്തിൽ വലിയ ദുരന്തമായി മാറും എന്നതുകൊണ്ടാണ് ഞങ്ങളിത് പറഞ്ഞത്. 3, നമ്മുടെ മലയോര പ്രദേശങ്ങൾ, ഇപ്പോൾ ഇടുക്കി, കോട്ടയം, അവിടെങ്ങളിലെല്ലാം വലിയ ഉരുൾപൊട്ടലുണ്ടായി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവരെ മാറ്റിപ്പാർപ്പിക്കണം, മുൻകൂട്ടി മാറ്റിപ്പാർപ്പിക്കണം. അതിനുള്ള സംവിധാനം, അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള വെള്ളം, ആ സൗകര്യങ്ങൾ മുൻകൂട്ടി തന്നെ ഉണ്ടാക്കണം. അതുണ്ടാക്കിയില്ല. ഇത് തന്നെ കാസർഗോഡ് സംഭവിച്ചു, ഇത് തന്നെ മുതലപ്പുഴയാർ സംഭവിച്ചു. അവിടെ കോസ്റ്റൽ പോലീസ് 13 മണിക്കൂർ കഴിഞ്ഞാണ് അവിടെ ആളുകളെ കാണാതായത്. രോഷത്തോടെയല്ലേ അവിടെ പ്രതികരിച്ചത്? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇത് ഞങ്ങൾ വിമർശിക്കുന്നത് ഇത് പിടിപ്പുകേടാണ്. ഇത് തുടക്കമാണെങ്കിലും ഹണിമൂൺ കാലമാണെന്നുണ്ടെങ്കിലും ഇത് പിടിപ്പുകേടാണ്. അവിടെ ഹെലികോപ്റ്ററിൽ പോയി അച്ചപ്പം കൊടുക്കാനല്ല പോകേണ്ടത്, മറിച്ച് ഇവിടെ ജനങ്ങളെ അടിയന്തരമായി ക്യാൻസൽ ചെയ്യണം. അവിടുത്തെ മറ്റു ചടങ്ങുകൾ അത് റദ്ദാക്കണം. വാർ റൂമിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രളയം കേരളം മുഴുവൻ വ്യാപിപ്പിക്കാതെ
ദുരന്തം പരമാവധി കുറച്ച് ജനങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടായില്ല എന്ന് മാത്രമേ ഞങ്ങൾ വളരെ നന്ദി ശ്രീ രാജു എബ്രഹാം, ശ്രീ വിജയ് ഇന്ദുചൂടൻ, ശ്രീ അബ്ദുൾ കരീം, ഒപ്പം ശ്രീ എബി ജെജോസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം അബിൻ വർക്കി MLA. റൂം ഫോർ റിവർ ഒക്കെ ഉണ്ടാവുമെന്നായിരുന്നു നമ്മളൊക്കെ കാത്തിരുന്നത്. പക്ഷേ റൂം ഫോർ റിവർ ഇല്ലെങ്കിലും റൂമിൽ റിവർ കയറാതിരുന്നാൽ മതി എന്നൊരവസ്ഥയിലേക്ക് മലയാളികൾ എത്തിക്കഴിഞ്ഞു. എന്തായാലും ഇതൊരു കണ്ണു തുറപ്പിക്കുന്ന അനുഭവമാവട്ടെ. മുന്നറിയിപ്പുകൾ വേണം, മുൻകരുതലുകളും വേണം എന്നതിൽ സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുന്നു.